കോവിഡിന് ശേഷം നമുക്കെല്ലാം അറിയാവുന്നതാണ്, വളരെയധികം സ്റ്റുഡൻസാണ് കാനഡയിലൊരു കോഴ്സ് പഠിക്കാനൊക്കെ ആയിട്ട് വന്നതെന്നുള്ളത്. എന്നാൽ അത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 2022-2023 ആയപ്പോഴത്തേക്കും ആ സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്നവരുടെ തോത് കുറയുകയുണ്ടായി. അതിനുള്ള മെയിൻ കാര്യമെന്ന് പറയുന്നത് റൂൾസൊക്കെ സ്ട്രിക്റ്റ് ആക്കി എന്നുള്ളതാണ്. അതായത് PR ഒക്കെ വളരെ കുറച്ച് പേർക്കേ കൊടുക്കത്തുള്ളൂ, മാത്രമല്ല ഫീസുകളൊക്കെ കൂട്ടി ഒക്കെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് കാരണം സ്റ്റുഡൻസിൻ്റെ ഗണ്യമായിട്ടുള്ള കുറവുണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോഴൊക്കെ പല ആൾക്കാരും വിചാരിച്ചത് സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറയുന്നത് വഴി ഇവിടെയുള്ള സ്റ്റുഡൻസിനൊക്കെ PR കിട്ടും, അതിന് ശേഷമേ ഇനി സ്റ്റുഡൻസിനെയൊക്കെ കൊണ്ടുവരത്തുള്ളൂ, മാത്രമല്ല അങ്ങനെയുള്ള സ്റ്റുഡൻസൊക്കെ ഇനിയും വരുന്നത് വളരെയധികം കുറയുമെന്നാണ്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെയൊക്കെ ഗണ്യമായിട്ടുള്ള ഒരു കുറവുണ്ടെങ്കിൽ പോലും സ്റ്റുഡൻസ് കാനഡയിലായിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ടൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. സ്റ്റുഡൻസിൻ്റെയൊക്കെ എണ്ണം ഗണ്യമായിട്ട് കുറയ്ക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെൻറ് GIC എമൗണ്ട് 10,000 ഉണ്ടായിരുന്നത് അത് ഒറ്റയടിക്ക് ഡബിളാക്കി അത് 20,000 ആക്കുകയും ചെയ്തത്. അപ്പോഴത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്ന അത്രയും നമ്പറുകളുടെ സ്റ്റുഡൻസ് വരുന്നൊക്കെ കുറഞ്ഞെങ്കിൽ പോലും ആൾക്കാരൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് അന്നേരം പറഞ്ഞിരുന്നത് ഇവിടുത്തെ ചിലവുകളൊക്കെ കൂടി, അതുകൊണ്ട് സ്റ്റുഡൻസ് ഇവിടെ വരുന്നവർക്ക് കൂടുതൽ ഫണ്ടുമായിട്ട് വരണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചിലവുകളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതായിരുന്നു. അത് കേട്ട ഉടനെ പല ആൾക്കാരും കാനഡയിലേക്ക് സ്റ്റുഡൻസായിട്ട് പഠിക്കാനൊക്കെ വരുന്നവരുടെ എണ്ണം കുറേയൊക്കെ ചെയ്തെങ്കിലും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, കേരളത്തിൽ നിന്നൊക്കെയുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞെങ്കിൽ പോലും പല രാജ്യത്തും, അത് വേണമെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്തു നിന്നും അതേപോലെ മറ്റ് പല രാജ്യത്തു നിന്നും ആൾക്കാർ ഇവിടെ കാനഡയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ അടുത്ത സമയത്ത് ആ എണ്ണത്തിലൊന്നും കുറവൊന്നും ഉണ്ടാവാത്ത കാരണം ഗവൺമെൻറ് GIC എമൗണ്ട് വീണ്ടും കൂട്ടുകയുണ്ടായി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. GIC എമൗണ്ട് അത് പലർക്കും അറിയുന്നുണ്ടാകത്തില്ല. അതൊന്നും വളരെ ചുരുങ്ങിയ വാക്കിലൊന്നും പറയുകയാണെങ്കിൽ കാനഡയിൽ ഒരു സ്റ്റുഡൻ്റായിട്ട് ഒരു കോഴ്സ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് കുറച്ച് ഇവിടുത്തെ ജീവിത ചെലവിന് വേണ്ടി, പ്രത്യേകിച്ച് റെൻറ്റ് കൊടുക്കാനും അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയും അങ്ങനെ പല ആവശ്യങ്ങൾക്കും വേണ്ടി കയ്യിൽ കരുതേണ്ട ഒരു എമൗണ്ടാണ് GIC എമൗണ്ട് എന്ന് പറയുന്നത്. പണ്ട് അതിലൊന്നും വലിയ നിർബന്ധമൊന്നും ഇല്ലാത്തത് കാരണം പല ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം പാർട്ട് ടൈം ജോബുകളൊക്കെ ചെയ്തിട്ടായിരുന്നു ആ എമൗണ്ട് കണ്ടെത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് ഒത്തിരിയധികം സ്റ്റുഡൻസ് വരികയൊക്കെ ചെയ്ത കാരണം അങ്ങനെ പാർട്ട് ടൈം ജോബൊന്നും കിട്ടാൻ ബുദ്ധിമുട്ട് വരികയൊക്കെ ചെയ്ത് കാരണം അവർക്കൊന്നും എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തിയപ്പോൾ ഗവൺമെൻറ്റിന് തീരുമാനിക്കുകയാണ്, നിങ്ങളൊരു സ്റ്റുഡൻ്റായിട്ട് ഒരു കോഴ്സ് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇത്ര എമൗണ്ട് കരുതണമെന്നുള്ളത്. അത് കയ്യിൽ കരുതുന്ന പോരാ, അത് ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ എമൗണ്ട് കാനഡയിലെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ സ്റ്റുഡൻസിൻ്റെ പേരിൽ തന്നെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഓൺലൈനായിട്ട് തന്നെ അത് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. വൺസ് ആ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോൾ അതാണ് ഒരു GIC അക്കൗണ്ട് എന്ന് പറയുന്നത്. വൺസ് ഇവിടെ കാനഡയിൽ എത്തിക്കഴിഞ്ഞാൽ ആ എമൗണ്ടിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് വീതം ഓരോ മാസവും നമുക്ക് വിഡ്രോ ചെയ്യാം. അതും അങ്ങനെ എല്ലാ മാസവും നമുക്ക് എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 20,000 ആണ് GIC എമൗണ്ട് എന്ന് ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു $1,700 ഓരോ മാസം നമുക്ക് എക്സ്പെൻസ് ആയിട്ട് എടുക്കാൻ സാധിക്കും. അതിൽ കൂടുതലൊന്നും എടുക്കാൻ പറ്റത്തില്ല. അത് പക്ഷേ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഓരോ മാസം എടുക്കുന്ന വഴി നമ്മുടെ എക്സ്പെൻസുകളൊക്കെ അത് മീറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു GIC എമൗണ്ടിൻ്റെ ഒരു പദ്ധതി ഗവൺമെൻറ് അത് സ്റ്റുഡൻസിൻ്റെ അവർക്ക് ജീവിത എക്സ്പെൻസുകളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അവരുടെ പഠനം സുഖമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പ്രോഗ്രാം അവരിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ എമൗണ്ട് GIC എമൗണ്ട് ആദ്യം ഒക്കെ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു $10,000 ഒക്കെ ആയിരുന്നു. എന്നാൽ ഇവിടുത്തെ എക്സ്പെൻസൊക്കെ വളരെ കൂടുകയൊക്കെ ചെയ്തപ്പോൾ അത് $20,000 ആക്കുകയൊക്കെ ചെയ്തു. എന്നിരുന്നാൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന അത്രയും കുത്തൊഴുക്കുകളൊന്നും ഇല്ലെങ്കിലും ഈ 20,000 ആക്കിയെങ്കിൽ പോലും വളരെയധികം സ്റ്റുഡൻസ് കാനഡയിൽ കോഴ്സ് പഠിക്കാനൊക്കെ വരികയുണ്ടായി. കാരണം പല ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും ഒരു പഠിത്തം കഴിഞ്ഞ് അല്ലെങ്കിൽ PGWP ഒക്കെ കഴിഞ്ഞ് ഏകദേശം 5 വർഷം ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉള്ള ഇവിടുത്തെ നിയമങ്ങളൊക്കെ മാറും, അതുവഴി അവർക്കൊരു PR കിട്ടും എന്നുള്ളത്. അതേസമയം തന്നെ ഇൻ കേസ് PR കിട്ടുന്നില്ലെങ്കിൽ അവർക്കൊരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഉള്ളത് കാരണം വേറെ പല രാജ്യത്തേക്കും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയൊക്കെ അവർക്ക് കൂടുതലായിട്ട് തെളിഞ്ഞു വരും. അതുവഴി വേറെ ഏതെങ്കിലും രാജ്യത്ത് വേണമെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാം എന്ന് കണ്ടിട്ടാണ് പല ആൾക്കാരും ഇവിടെ കാനഡയിൽ വരുന്നത്. നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് US പോലത്തെ രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനേക്കാളും ട്യൂഷൻ ഫീസ് വളരെയധികം കുറവാണ് എന്നത് കണ്ടിട്ടാണ് പല ആൾക്കാരും ഒരു പഠനത്തിന് വേണ്ടി കാനഡ ചൂസ് ചെയ്യുന്നത് പോലും. അങ്ങനെ ഇപ്പോൾ GIC എമൗണ്ടൊക്കെ കൂട്ടിയെങ്കിൽ പോലും നേരത്തെ ഉണ്ടായിരുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും വളരെയധികം സ്റ്റുഡൻസ് കാനഡയിൽ ഒരു കോഴ്സ് ചെയ്യാനും പഠിക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു.
ഇത് കണ്ടിട്ടാണ് ഇപ്പം ഗവൺമെൻറ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 1, 2025 തൊട്ട് GIC എമൗണ്ട് 20,000 എന്നുണ്ടായിരുന്നത് വീണ്ടും കൂട്ടി 22,000 ആക്കി. അതായത് നമ്മളിപ്പോൾ ഒരു കോഴ്സ് പഠിക്കാൻ, ഫോർ എക്സാമ്പിൾ ഒരു 20 ലക്ഷത്തിൻ്റെ ഒരു കോഴ്സാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഏകദേശം 22,000 കനേഡിയൻ ഡോളർ എന്ന് പറയുമ്പോൾ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 13 ലക്ഷം രൂപയോളം വരും. ആ 13 ലക്ഷം രൂപയും കാനഡയിലെ ഒരു ബാങ്കിലേക്ക് നമ്മുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ നമുക്കൊരു സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെ കാനഡയിലേക്ക് വരാനുള്ളൊരു വിസ അപ്രൂവൽ ഗവൺമെൻറ് തരത്തുള്ളൂ. വൺസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസം ഒരു 1,700, 2,000 അടുത്ത് നമുക്ക് ആ എമൗണ്ട് വിഡ്രോ ചെയ്യാനൊക്കെ സാധിക്കും. അതുവഴി നമുക്ക് ഇവിടെ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമുക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടുന്നില്ലെങ്കിലും നമുക്ക് ആ കോഴ്സ് കഴിയുന്നിടം വരെ നമുക്ക് യാതൊരു രീതിയിലുള്ളൊരു ആഹാരത്തിനായാലും അല്ലെങ്കിൽ വാടക കൊടുക്കുന്നതിലും ഒന്നും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഗവൺമെൻറ് ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ പറയുന്നത് ഈ കാനഡയിലൊക്കെ പഠിക്കാൻ വരുന്നവരുടെ എണ്ണം വീണ്ടും ഗണ്യമായിട്ട് മുമ്പുണ്ടായിരുന്നതിൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും നമ്പറുകൾ കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയാണ് ഗവൺമെൻറ് വീണ്ടും GIC എമൗണ്ടൊക്കെ കൂട്ടുകയൊക്കെ ചെയ്തത്. സെപ്റ്റംബർ 1, 2025 ഈ റൂള് വരുന്നത് ഇനി പുതിയതായിട്ട് സ്റ്റുഡൻസായിട്ട് സെപ്റ്റംബറിന് ശേഷം ഇവിടെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 13 ലക്ഷം രൂപ ഇവിടെ എക്സ്പെൻസിന് വേണ്ടി കാണിക്കണം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും കാനഡയിൽ ഇനി പഠിക്കാനായിട്ട് സ്റ്റുഡൻസ് ഒന്നും വരത്തില്ല എന്നുള്ളത്. എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോഴും സ്റ്റുഡൻസ് ഇവിടെ കാനഡയിൽ പഠിക്കാൻ വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ചിലപ്പം PR എടുത്ത് ഈ രാജ്യത്ത് തുടരാം എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരിക്കത്തില്ല അവർ വരുന്നത്. അതിന് പകരം ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ കിട്ടി അതുവഴി വേറെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത്, നമുക്കറിയാം ഇപ്പം ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ള പല കോഴ്സുകളും പല വിദേശ രാജ്യത്തും ഒരു ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതൊന്നും വാലിഡ് അല്ല എന്നുള്ളത്. എന്നാൽ കാനഡ പോലത്തെ ഒരു ഡെവലപ്ഡ് കൺട്രിയിലെ, എസ്പെഷ്യലി ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ എടുക്കുന്ന പല കോഴ്സുകളും പല വിദേശ രാജ്യങ്ങൾ, ഉദാഹരണം യൂറോപ്പിൽ തന്നെയുള്ള പല രാജ്യങ്ങളിലും അവിടെയൊക്കെ നല്ല രീതിയിലൊക്കെ ശമ്പളമൊക്കെ നൽകുന്ന പല രാജ്യങ്ങളിലും അവർ അപ്ലൈ ചെയ്യും. അതുവഴി അവർക്ക് ജോലി കിട്ടാനൊക്കെ സാധിക്കും. അത് കണ്ടിട്ടാണ് ഇപ്പോഴും ഇത്രയധികം എക്സ്പെൻസുകളൊക്കെ കൂടിയെങ്കിൽ പോലും പല ആൾക്കാരും കാനഡ ഇപ്പോഴും ചൂസ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള പല ആൾക്കാരും, പണ്ടൊക്കെ മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള പല പേരൻസ് അവരുടെ മക്കളെയൊക്കെ തിരിച്ച് ഇന്ത്യയിലേക്ക് വിട്ടായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ട്രെൻഡ് മാറി മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ഈ 13 ലക്ഷം രൂപ ഇന്ത്യൻ റുപ്പീസിലുള്ള എക്സ്പെൻസുകളൊക്കെ വന്നെങ്കിൽ പോലും അതൊന്നും അവർക്ക് കുഴപ്പമില്ല. കാനഡ പോലത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് വിട്ട് പഠിപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവർ പലരും കാനഡയിൽ ഇപ്പോഴും സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ അവർ വിടുന്നതും. അവർ പഠനം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കാനഡയിൽ PR കിട്ടി ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കും, അതല്ല പറ്റുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയി അവർ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരുന്നവരുടെ എണ്ണം തീരെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഇപ്പോൾ ആരും വരുന്നില്ല എന്നുള്ള അല്ല സത്യം. അതിന് പകരം ഇപ്പോഴും സ്റ്റുഡൻസ് കാനഡയിലൊക്കെ പഠിക്കാനൊക്കെ വരുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ അത്രയും, നേരത്തെയൊക്കെ നമുക്കറിയാവുന്നതാണ്, ഒരു ഫ്ലൈറ്റ്, പ്രത്യേകിച്ച് എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് ടൊറൻറ്റോ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ സ്റ്റുഡൻറ്റ് വിസയിലുള്ള ആൾക്കാരായിരുന്നു. ഏകദേശം ഒരു 90-95% പാസഞ്ചേഴ്സും സ്റ്റുഡൻറ്റ് വിസയിലായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ന്യൂസ് ചാനലൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതാണ്. ആ ട്രെൻഡൊക്കെ മാറിയെങ്കിൽ പോലും ഇപ്പോഴും ഒരു ഫ്ലൈറ്റ് വരുമ്പോൾ ഒരു 10-15% കുട്ടികൾ ഇപ്പോഴും ഇവിടെ പഠനത്തിനായിട്ട് വരുന്നുണ്ട്. എന്നാൽ നാട്ടിലുള്ള പല ആൾക്കാരും വിചാരിക്കാറുണ്ട് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലൂടെ ആരും വരുന്നില്ല എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്റ്റുഡൻറ്റ് വിസയിലുള്ളവരുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടാണ് അവരുടെ GIC എമൗണ്ടൊക്കെ ഇപ്പം വീണ്ടും കൂട്ടുകയുണ്ടായത്. ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള പുതിയ വാർത്തകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.